രുചിയുള്ള ചാള വറ്റിച്ചതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ചെയ്തു നോക്കും. ഷാഹിദ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചാള മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ചാള മേടിച്ച് വച്ചിരിക്കുന്നു. ചുവന്നുള്ളി നല്ലവണ്ണം ചതച്ചെടുക്കണം, ഇഞ്ചി ചതച്ചെടുക്കണം, പച്ചമുളക് അരിഞ്ഞ്, തക്കാളി ഒരെണ്ണം, കറിവേപ്പില, പുളി വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയുമാണ് ആവശ്യം. മല്ലിപ്പൊടി ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. ഇനി എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെക്കുന്നതിന് വേണ്ടി ചട്ടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ചതച്ച ഉള്ളി, ചതച്ച ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഒടിച്ചത്, തക്കാളി അരിഞ്ഞത്, തക്കാളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു ഇടുക. വളരെ പൊടിപ്പൊടിയായിട്ട് നൈസായിട്ട് അരിഞ്ഞു. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, രണ്ട് ഉലുവ, വെളിച്ചെണ്ണ, എല്ലാം കൂടി ഇട്ട് നല്ലപോലെ കുഴച്ച് തിരുമ്മിയെടുക്കണം. നല്ലപോലെ തിരുമ്മിയെടുത്തതിന് ശേഷം അതിലോരോ മീനായിട്ട് വരഞ്ഞ് ഇട്ട് കൊടുക്കും. അതിൽ കുഴച്ച് വച്ചിരിക്കുന്ന മസാലയിൽ, തിരുമ്മി വച്ചിരിക്കുന്ന മസാലയിൽ ഓരോ മീനും വരഞ്ഞ് ഇട്ട് കൊടുക്കും. ചാള നല്ലപോലെ കഴുകി ഉപ്പിട്ട് ചെതമ്പലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. നല്ല രുചിയുള്ള മീൻകറിയാണ്. ഇടയ്ക്ക് വെച്ച് കാല് തട്ടി ഫോൺ വീണുപോയി. അതെനിക്ക് മാറ്റാൻ അറിഞ്ഞൂടാ. അതുപോലെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. എല്ലാവരും ക്ഷമിക്കണം. അത് ഡിലീറ്റ് ചെയ്ത് കളയാനൊന്നും അറിഞ്ഞു. ചാള നല്ലപോലെ മീനും കൂടി നല്ലപോലെ വിരവി കൊടുക്കണം. മസാല മൊത്തം അതിൽ പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പുളിയുള്ള ഇടുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ കുറച്ച് നേരം മുമ്പേ ഇതാക്കി വെച്ചിരുന്നു. അത് പിഴിഞ്ഞിടുക. കുറച്ച് വെള്ളം കൂടി ഇട്ട് പിഴിഞ്ഞ്, മീൻ വേവാനുള്ള വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അടുപ്പ് കത്തിച്ചതിന് ശേഷം മൊത്തം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചട്ടി അടുപ്പത്ത് വെക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. മീൻ വേവാൻ വേണ്ടി കറി അടച്ച് വെച്ചിട്ട്
10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് എടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചാള വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവും നോക്കുക. നല്ല ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റ് ഉണ്ട്. കറി വെന്തിട്ടുണ്ട്. ഇനി അടുപ്പ് അണച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റുക. നല്ല രുചിയുള്ള കറിയാണിത്. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാം. ഇതെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അധികം നേരം ഒന്നും വേണ്ട. ഉള്ളി അരിയുന്നതും മീൻ കണ്ടിക്കുന്നതിനുള്ള താമസം മാത്രമേ ഉള്ളൂ. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം പെട്ടെന്ന് കറി ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കും. ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുപ്പിൽ നിന്ന് ഇറക്കുക. ശേഷവും കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ചട്ടിയിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്. നല്ല മണവും വരുന്നുണ്ട്. ചാള വറ്റിച്ചത് എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.